ഇന്നും ഒരു മാറ്റം ഇല്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ തുടരുകയാണ് കേട്ടോ. അപ്പോൾ അതേ രാവിലത്തെ കുറച്ച് പരിപാടികളാണ്. പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചാനലിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരൈറ്റമാണ് ഇന്നത്തെ താരം. എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ദാ നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. അരിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പരിപാടി എന്താണെന്നറിയാമോ? എൻ്റെ മക്കൾക്ക് 2 പേർക്കും കുറച്ച് കഞ്ഞി വേണം. അത് അരി ഊറ്റുന്നതിന് വിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ വഴക്കാണെന്നേ. പിന്നെ പറയണ്ടല്ലോ, മാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ നിർബന്ധം കൂടുതലും. അപ്പോൾ ദാ നമുക്ക് ഇന്ന് മീൻകറി വെക്കാനായിട്ടേ കുറച്ച് മാങ്ങ, വാടിയ മാങ്ങയാണേ, കുറേ ദിവസമായി വാങ്ങിയിട്ട്, അപ്പോൾ അതും കൂടെ അരിഞ്ഞിടുവാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യലെന്ന് ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് തോന്നിക്കാണും? ഇന്നത്തെ സ്പെഷ്യൽ അയിലയാണേ. അപ്പോൾ അയിലയ്ക്ക് എന്താ ഇത്ര പ്രത്യേകതയെന്നായിരിക്കും അല്ലേ? അതെ, ഇവിടെ അയില അങ്ങനെ വാങ്ങാറേ ഇല്ല. അങ്ങനെ നല്ല ഒരു ദിവസവും വാങ്ങത്തില്ല. ഇന്നിപ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന ഐറ്റങ്ങളാണ് കേട്ടോ. അവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ടാണ്. അപ്പോൾ അയില എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വാങ്ങാറേ ഇല്ല. പക്ഷേ നല്ല ടേസ്റ്റും മാംസവും ഒക്കെ ഉള്ള മീനാണ്. പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് മറ്റ് മീനുകളെ വാങ്ങാറുള്ളൂ കേട്ടോ. അവർക്ക് കഞ്ഞിയൊക്കെ ഒഴിച്ച് വെച്ചേ, അത് കഴിഞ്ഞിട്ട് ഞാൻ അരിയങ്ങ് ഊറ്റി വെച്ചതാണ്. അങ്ങോട്ട് വെള്ളത്തിൽ ഇട്ട് ഒന്ന് തിള വന്നാൽ മതിയേ, നമ്മുടെ അരി വെന്ത് കിട്ടും. അതുകൊണ്ട് പിന്നെ വലിയ പാടൊന്നുമില്ല. എളുപ്പം വേവുന്ന അരി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അത് നോക്കി വാങ്ങി വെച്ചേക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കണക്കുള്ള ചുമപ്പും വെളുപ്പും ഒക്കെ ഉള്ള അരികൾ, വലിയ അരിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ പാടാണ്, കുറേ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എളുപ്പം വേവുന്ന അരി നോക്കി വാങ്ങുന്നതാണ്. അതുകൊണ്ട് അത് വെള്ളം ഒന്ന് തിളയ്ക്കുന്നതിന് മുമ്പിട്ടേ അരി വെന്ത് കിട്ടും എന്നുള്ളത് പിന്നെ ഒരു സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് ഉരുളൻകിഴങ്ങ് ഒന്ന് വറുത്ത് കൂടെ എടുക്കാമെന്ന് കരുതിയേ. പിന്നെ തേങ്ങ അരച്ചാണ് കേട്ടോ അയില വെക്കുന്നത്. പിന്നെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തൊന്ന് വറക്കാനും കൂടെ എടുത്തേക്കുക. തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് അയില കറി വയ്ക്കാൻ നല്ലതല്ലേ? അപ്പോൾ നിങ്ങളെന്നും എൻ്റെ ചാനലിനകത്ത് മുളക് കറി മാത്രം അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച കറി മാത്രമല്ലേ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് തേങ്ങ അരച്ച് അയിലക്കറി, അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ 2-3 കഷ്ണങ്ങളൂടെ വറക്കാനൂടെ എടുത്തിട്ടുണ്ട്. തോനെയൊന്നും വേണ്ട കേട്ടോ, 2 കഷ്ണങ്ങൾ മതി. ഞാൻ പിന്നെ ഈ മീൻ വാങ്ങിയതുണ്ടല്ലോ, ഇവിടെ ഒരാൾ വെട്ടിയൊക്കെ കൊണ്ടു തരുന്നുണ്ട് നമ്മുടെ ഈ ബിൽഡിങ്ങിൽ എല്ലാവർക്കും ആയിട്ട്. അല്ലാണ്ട് മാർക്കറ്റിൽ പോയി വാങ്ങാനായിട്ട് ടൈമൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നതിനെക്കാട്ടിയും ഫിഷ് മാർക്കറ്റിൽ പോയി വാങ്ങുന്നതാണ് കേട്ടോ ലാഭം. ഇതാകുമ്പം പിന്നെ വെട്ടി ഇങ്ങനെ കിട്ടും, നല്ല ഫ്രഷ് മീനും കിട്ടും. മറ്റൊന്ന് വെച്ചാൽ മാർക്കറ്റിലും ഫ്രഷ് തന്നെ കിട്ടും. പക്ഷേ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ പോയി വാങ്ങുന്നില്ലല്ലോ. പോയി വാങ്ങുന്നതിൻ്റെ അന്ന് 2 ദിവസത്തേക്ക് വാങ്ങി വെക്കും. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ഒരു ഇച്ചിരി ഒന്ന് പഴകും. അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പക്ഷേ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഈ വാങ്ങുന്ന വിലയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടും, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടി വൃത്തിയാക്കി തരുന്നത് വേറെ ആരും ചെയ്തു തരത്തില്ലല്ലോ. നമ്മുടെ അവിടെ വരെ പോകുന്ന മെനക്കേടും പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യുന്നതിനുള്ള സമയവും ഒക്കെ ലാഭം. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന കണക്ക്. അങ്ങനെ പറഞ്ഞു എടുത്തൊക്കെ വന്ന് നമ്മുടെ ആഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കുകയാണ്. നിങ്ങളൊക്കെ കഴിച്ചോ? നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒപ്പം കൂടിക്കോ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.